ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കച്ചറെല്ലാം ഉണ്ട്, അതല്ലേ നമുക്ക് പിന്നെ ക്ലീനാക്കാം. അപ്പോൾ അതിന് മുമ്പില്ലേ നമുക്ക് കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ തുടങ്ങാം. രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ, ആ ഡോറ് തുറന്നിട്ട് ആ പുറത്തൊന്ന് നോക്കുമ്പോഴേക്കില്ലേ എന്തോ ഒരു മനസ്സിലേക്ക് സന്തോഷമായ ഒരു സമാധാനമായ എന്തോ ഒരു കുളിർമൻ്റെ പറഞ്ഞാൽ രാവിലത്തെ ഒരു വ്യൂ അതറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം അറിയണ്ട തന്നെ. ഇപ്പം എല്ലാ ട്രെൻഡ് രാത്രിയോളം ഇരുന്ന് പാതിരോളം ഫോൺ നോക്കി ഇരുന്നിട്ട് ഒരിക്കൽ രാവിലെ 5 ഓഫീസ് വെച്ചിട്ട് ഉറങ്ങുന്നതല്ലേ. പിന്നെ ഒരു 10-11 മണിക്കല്ല എണിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പോകുന്ന മക്കളെല്ലാം ഉണ്ടെങ്കിൽ രാവിലെ എണിക്കും, വേറെ. എന്നാലും പോകാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈകിട്ടല്ല എണിക്കുന്നത്. രാവിലെ എന്ത് പണിയില്ല, പിന്നെ എന്തിനാ എണിക്കുന്നത്? ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുന്ന മക്കളൊന്നുമില്ല, പിന്നെ എന്തിനാ എണിക്കുക? അങ്ങനെ എല്ലാം ഇരിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ എണിച്ചിട്ട് എന്താക്കാൻ, ഇപ്പോഴേ പണിയല്ല, അങ്ങനെ പിന്നെ ഇങ്ങനെ പണിയൊന്നുമില്ല, പിന്നെ ഇപ്പോഴേ എണിച്ചിട്ട് എന്താക്കാനെന്നല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഉറങ്ങണ്ട, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞമ്മയില്ലേ നിസ്കരിച്ചിട്ട് പിന്നെ ആ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ കിടന്നില്ല ഉറങ്ങിയിറന്നിരിക്കുന്നത്. ആ ഫാനും ബെഡും തണുപ്പും എല്ലാം കാണുമ്പോഴേക്ക് എന്താക്കണം, നിസ്കരിച്ചിട്ട് പിന്നെ ബെഡ്റൂമിലേക്ക് പോകണ്ടേ വേണ്ട, നേരെ ഡോർ തുറന്നിട്ടില്ലേ ഒന്ന് പുറത്ത് ആ സിറ്റ് ഔട്ടിലും ആ പുറത്തും വർക്ക് ഏരിയയിലെല്ലാം ഇങ്ങനെ ഒന്ന് നടന്നിട്ടാകുമ്പോൾ തന്നെ നമ്മളെ പകുതി ഉറക്കവും ആ ഉറക്ക ക്ഷീണവും ആ ഒരു മസ്ത് പിടിച്ചതെല്ലാം പോറിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രാവിലെ എണിച്ചിട്ട് ആ പുറത്ത് ആ കാറ്റ് കൊണ്ടങ്ങനെ നമ്മളെ തടിയിലത്തെ പകുതിയിലധികം എന്തെല്ലാം രോഗങ്ങളും മാറും. ഇപ്പം അധികം ആൾക്കാരെന്ത് ഈ നിസ്കരിച്ച് ഇവയിലോട്ട് ഉറങ്ങി നിസ്കരിക്കുന്നതല്ല, എല്ലാവരും നിസ്കരിക്കാൻ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടന്ന് രാവിലെ ഇപ്പം എണിച്ചിട്ട് എന്താക്കുന്നത് എന്നിട്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഈ രാവിലത്തെ ആ ഒരു ഇതില്ലേ അതൊന്നും അറിയേണ്ടത് തന്നെയാന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉച്ചക്ക് ഉറങ്ങും, ഉച്ചക്ക് എത്ര നേരം വേണമെങ്കിൽ ഉറങ്ങാം. രാവിലത്തെ ഒരിക്കൽ ആ ഒരു ഇതില്ല, അത് അറിയേണ്ട തന്നെ. എനിക്ക് ഇഷ്ടം ക്ലൈമറ്റിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണ് രാവിലെ ആ ഒരു സൊബിൻ്റെ നേരത്തിൽ. അത് മുതൽ ഒരു 9-10 മണി വരെ. പിന്നെ എനിക്ക് ആ ഒരു ഉച്ചനേരം ഒന്നും ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഞാൻ ഓർഡർ ഉണ്ടോ ഇല്ലയോ എന്നിട്ടില്ല, രാവിലെ എണിച്ചിട്ടില്ല ഒരു 10-11 ഞാൻ പോയിട്ട് കണ്ട് ഉറങ്ങും. അത് ഞാൻ ഉറങ്ങലുണ്ട് അധികവും. എന്നിട്ടാകുമ്പോഴേക്കില്ലേ നമുക്കൊരു സമാധാനം. അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇന്നത്തെ കഥ എന്താ അറിയാമോ, കിച്ചണിലൊരു ബേജാറിൻ്റെ സീനാന്ന് പറഞ്ഞാൽ ഇന്നെല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ ചായക്ക് കൂട്ടാൻ എന്തില്ല, ചായക്ക് എന്നില്ലെങ്കിൽ എന്തില്ല, ബട്ടറില്ല, ബിസ്ക്കറ്റില്ല, ഇല്ലെങ്കിൽ ഓർഡറിൻ്റെ ചട്ടിപ്പത്തിൽ വേള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത്തിരി ബാക്കിയുണ്ടാകുന്നു. അതൊന്നുമില്ല, എല്ലാം കാലേന്. അപ്പോൾ വെറുതെ കോഫി ആയെങ്കിൽ ചായ എങ്ങനെ കുടിക്കൂ, അത് കഴിയല്ലോ. അപ്പോൾ ഞാൻ വേഗം 2 കായ ഉണ്ട്, ഞാൻ അതിനെ വേഗം പൊങ്ങിയിട്ടില്ലേ കായും കോഫിയും കുടിക്കാലിട്ട്. പക്ഷേ രാവിലെ ഒരു കായ് പൊങ്ങിയതൊരു ശരിയാന്നേ ഇല്ല. 2 പീസ് ഞാനും മാപ്പിള എങ്ങനെ അങ്ങ് കഴിച്ചു, പക്ഷെ അത് പോകുന്നില്ല. അങ്ങനെ ഞാൻ വെറും കോഫി കുടിച്ചു ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. ഇന്ന് ഞാനില്ലേ നിങ്ങൾക്കൊരു ചൈനീസ് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഞാനില്ലേ അധികം ഇപ്പോൾ റെസിപ്പി കാണിക്കുന്നെങ്കിൽ ഈ ഇൻസ്റ്റയിലോടും യൂട്യൂബിലോടും അപ്പോൾ നമുക്ക് ശരിക്കും ഓർമ്മ വന്നില്ല, ഇതിലിട്ടിന മുമ്പിട്ടിന, അങ്ങനെ ഒരു കൺഫ്യൂസായി പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ എന്തുണ്ടപ്പാ, അല്ലെങ്കിൽ പോകണ്ട നോക്കട്ടെ, വീഡിയോ കണ്ടിട്ട് ഞാൻ പറയാവേ. ഇപ്പം മുമ്പത്തെ വീഡിയോ എല്ലാം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ എല്ലാം തീർന്ന്. ഇനിയിപ്പോൾ പുതിയ വീഡിയോ മാത്രമേ ഉള്ളൂ. മുമ്പ് ഫോണിൽ നിറച്ച് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഡിലീറ്റ് ആക്കിയത് അങ്ങനെ ഇങ്ങനെ മറിച്ചതെന്നല്ല, അതെല്ലാം കാലിയായി. ഇപ്പോൾ സ്റ്റോറേജ് ഫോണിനൊരു സമാധാനമായി. അതുമല്ലാതെ ഇന്ന് ബന്ധമരുന്നിൻ്റെ ഓർഡർ കുറേ സൈസ് ചോദിക്കുന്ന കുറേ ആൾ. അതിൽ ബന്ധമരുന്ന് ഉണ്ടാക്കാനൊരു വേറെ ഒരു മടിയില്ലെങ്കിൽ അത്ര പേനയുണ്ട് ആ സംഭവം ഉണ്ടാക്കാൻ. അതിന് കുറേ ടൈം വേണം, അതിൻ്റെ അടുത്ത് തന്നെ വേറെ പണി പോലല്ല, നല്ല ടൈം പോകുന്ന സംഭവമാണ് ഈ ബന്ധമരുന്നിൻ്റെത്. അപ്പോൾ ഞാൻ എന്താക്കുന്നത്, പിന്നെ 3 kg ഒന്നിച്ചിട്ടാണ് ഞാൻ ചെയ്യൽ. ഇങ്ങനെ അരക്കിലോ ഓർഡർ ഇട്ടെങ്കിൽ അങ്ങനെ ചെയ്യല. 3 kg ഒന്നിച്ച് ഓർഡർ ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പകുതിയായി കിട്ടുമ്പോൾ ഒന്നിച്ചിട്ടാക്കിയിട്ട് ചെയ്യലാണ്. അങ്ങനെ കുറേ സൈസ് ചോദിക്കുന്ന ഇന്നുണ്ടാ നാളെ കിട്ടോ, ഇന്ന് കിട്ടോ, നാളെ കിട്ടോ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വലിയ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ഞാൻ ഇന്ന് സ്റ്റാർട്ടാക്കിയതാണ് രാവിലെ തന്നെ. അങ്ങനെ ഞാൻ ആ കല്ലിലിട്ടിട്ടുണ്ട്. ഈ ചായ കുടിയും കാര്യങ്ങളും കഴിയുമ്പോഴേക്ക് അന്ന് റെഡിയാവും. അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിനും എന്തെങ്കിലും ഇന്ന് വൈകുന്നേരം എന്തോ കൊടുക്കാനുണ്ട് ബന്ധമരുന്ന്. അവിടെ അധികം ഞാൻ സാധനം കുമ്പള ഷോപ്പിൽ എന്തെല്ലാം എത്തിക്കുന്നത്. അധികം ആൾക്കറിയാം ഷോപ്പ്, എന്നാലും ചോദിക്കുന്നുണ്ട് അധികം ആൾക്കറിയാം എന്നല്ലോ. കുമ്പള സർക്കിളിലെ മേലോട്ട് റോഡ്, പോലീസ് സ്റ്റേഷൻ റോഡും റഹ്മാനിയ ബുക്ക് സ്റ്റാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെരുപ്പിൻ്റെ കൂടെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അറേബ്യൻ ബേക്കറി ആയിട്ടുണ്ട്. അതിലേക്ക് ടച്ചായിട്ട് തന്നെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയ കുഞ്ഞു പൊടിയാണ്. അവിടെ നിന്ന് അധികം കൊടുക്കൽ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ഉള്ളിലോട്ടാണ്, ഉള്ളിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരുന്നവർക്ക്
ഓരോരാൾക്ക് ബുദ്ധിമുട്ടാണ്. ഓരോരോ ആൾക്കാർ വന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ബിരുന്നിൻ്റെ ഓർഡർ, രാത്രിക്കത്തെ പുതിയാപ്പിളിൻ്റെ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ. പക്ഷെ ഓരോരാൾക്ക് ഇങ്ങനെ ഉള്ളാകുമ്പോൾ ഒരു പേരും ബുദ്ധിമുട്ടാകും. ഞാൻ അധികം കുമ്പളയിൽ തന്നെയാണ് പറയൽ, കുമ്പളക്കത്തിക്കാലിട്ട് അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഇതാ നല്ല മഴ വരുന്നുണ്ട്. മഴ കണ്ടെങ്കിൽ പിന്നെ അങ്കും പിരാന്ത് മാപ്പിളക്കും പിരാന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ മഴ. അപ്പോൾ ഇപ്പോൾ മഴയെല്ലാം തീരാനായില്ലേ അല്ലേ, ഒക്ടോബർ നവംബർ ആകുമ്പോൾ തീർന്നില്ലേ, ലാസ്റ്റ് മഴ. അപ്പോൾ ഇതിനെ നല്ല വാങ്ങലൊന്ന് ആസ്വദിച്ച് വരാറ്റില്ലേ. ചായ കുടി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് നമ്മളെ ഊഞ്ഞാലില്ലേ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മഴനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി പണിക്ക് വെച്ചിട്ടുണ്ട്, കുറേ ദിവസമായില്ലേ, ഹോട്ടലിൽ മാത്രം അതിന് പണിക്കൊക്കെല്ലോ അതിന് എന്താക്കല്ല അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടാഞ്ഞത്. അപ്പോഴേക്കും ഇപ്പം നല്ല വാങ്ങലൊന്ന് ചേലാക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഷോറൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി മുറ്റത്തൊരു കാല് വണ്ടിയില്ലാതെ ഒരു ബേജാററിഞ്ഞാൽ എവിടെ പോകാനും കഴിയുന്നില്ല, അധികം പുറത്ത് പോരല്ലേ. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ പറയലുണ്ട്, പര കൂടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ നിന്നിട്ടുണ്ടാവില്ല പരൻ്റെ ഉള്ളിൽ 5-6-7 ദിവസമായി 10 ദിവസം എന്തോ ഈ പരൻ്റെ ഉള്ളിൽ തന്നെ ബാക്കി എന്നിട്ട് നല്ല വെയിറ്റുണ്ട്. അപ്പം മോളൊരു ക്ലാസ്സിൻ്റെ LMSൻ്റെ ഒരു കടലാസെല്ലാം ശരിയാക്കാനുണ്ടായി. അതിന് പോകാൻ പെട്ട ഒരു പാടിയാളാ. നമ്മൾ വണ്ടി പോയാലില്ലേ നമ്മളൊരു കൈ പൊളിഞ്ഞ പോലെ അത്രക്ക് ബുദ്ധിമുട്ടായിന്നറിഞ്ഞാൽ. അങ്ങനെ അതിനെ രക്ഷപിടിച്ചിട്ട് പോകാനും വരാനും ഒരു വേറെ തന്നെ ഒരു ചെറിയിട്ട് കൊണ്ടില്ല. അതില്ല ഇല്ലാങ്കിൽ നമുക്ക് അതറിയാമല്ലോ, നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ടില്ല, അതപ്പോൾ ഇല്ല, അത് വേറെ തന്നെ ഒരു ഇതറിഞ്ഞാൽ. അങ്ങനെ ഏടെ പോകുമ്പോക്കില്ല എന്താക്കൂ, എങ്ങനെ പോകും, അങ്ങനെ ആവല്ലാന്ന്. അപ്പോൾ നോക്കി നല്ല മഴ വരുന്നുണ്ട്, പുറത്ത് മഴ വരുന്നുണ്ട്. അതിനിങ്ങനെ കുറേ നേരം മഴയെല്ലാം ആസ്വദിച്ചിട്ടായതിന് ശേഷം ഇല്ലേ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഓർഡർ ഉണ്ട്. അങ്ങനെ കാട മസാല, പിന്നെ പൈനാപ്പിൾ മസാല, പിന്നെ ഇതുകൊണ്ട് അതിന് പിന്നെന്തോ ഉണ്ടായി, മറ്റേ ഈത്തപ്പഴം മസാല ഫ്രൈ ഇല്ല അതുണ്ടായി, പിന്നെ കട്ട്ലൈറ്റ്, ഉന്നക്കായ, പിന്നെ ചിക്കൻ കോണ്, പിന്നെ വേറെ ഒന്നുണ്ടായി ബട്ടർ പുഡിങ്, പിന്നെ അത്ര ഐറ്റം ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ബന്ധം വരുന്ന രാവിലെ ഇട്ടത് കല്ലിൽ അത് അരിഞ്ഞിട്ട് അതിനെടുത്തിട്ട് അതിന് വേവിച്ചിട്ട് അതിന് പാലെടുത്തിട്ട് അതിലേക്കെല്ലാം വേണ്ട സംഭവം ഇട്ടിട്ട് അതൊരു റെഡി ആയിട്ട് വരുമ്പോൾ ഏകദേശം വൈകുന്നേരമായി എന്നറിയാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കലില്ല, എല്ലാ ഗ്യാസിൽ തന്നെ, നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഗ്യാസില്ലേ, ആ കാറ്ററിങ്ങിൻ്റെ ഗ്യാസിലാണ് എല്ലാം വെക്കൽ. പിന്നെ അടുപ്പും കരിയും അതിന് കച്ചറവ് അതെല്ലാം ശരിയാവില്ല. മുമ്പെല്ലാം അങ്ങ് മംഗലത്തിന് മുമ്പില്ല അടുപ്പിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം, ഇപ്പം വെക്കാൻ ഇഷ്ടം തന്നെ. പക്ഷേ ഈ നമ്മൾ ഈ കാറ്ററിങ്ങിൻ്റെതെല്ലാം ആകുമ്പോൾ അത് ശരിയാവില്ല, അതിൻ്റെ അടുത്ത് തന്നെ കുറേ ടൈം പോകും. പിന്നെ കൈയെല്ലാം കച്ചറായിട്ട് കരിയായിട്ട് അങ്ങനെ എന്തെല്ലാം കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പിനെ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞാൽ. മുമ്പ് ഞങ്ങൾക്ക് ഇഷ്ടം അടുപ്പിൽ വെക്കാൻ തന്നെ ഉമ്മാട്ടത്തിമാരെല്ലാം കളിയായിക്കൊണ്ടേ കൊടിയമ്മക്ക് തന്നെ മംഗലയിന്നാന്ന് തോന്നും. ഇതൊരു കൊടിയമ്മ സ്റ്റൈൽ കൊടിയമ്മക്കായിരുത്തി തന്നെ എന്നിട്ട് അങ്ങനെ ചെല്ലിക്കൊണ്ടേ അങ്ങനെ ഞാൻ കൊടിയമ്മക്ക അങ്ങനെ ഞങ്ങൾക്ക് അടുപ്പിലുണ്ടാക്കുന്ന മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് കഴിക്കുന്ന, സ്റ്റീലിൻ്റെ പാത്രത്തിൽ കഴിക്കുന്ന, അങ്ങനത്തെ എല്ലാം ഭയങ്കര എന്തോ ഒരു ഇഷ്ടം എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ കുറച്ച് ചെല്ലിട്ടില്ല ഞാൻ കൊടിയമക്കന്നെ എത്തിയറിഞ്ഞാൽ അങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ അടുപ്പിൻ്റെ ഭാഗത്ത് പോലെ എനിക്ക് അടുപ്പ് കത്തിക്കുന്ന കാണുമ്പോൾ അടുപ്പിൻ്റെ അവരിങ്ങനെ പുകൻ്റെ ഒരു മഴ വരുമ്പോൾ ഒരു മണല്ലേ, അത് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഇങ്ങനെ ഈ ഓർഡർ ഉണ്ടായതുകൊണ്ട് പക്ഷെ അടുപ്പിലൊക്കെ കഴിയുന്നില്ല. അങ്ങനെ ഇതാ ഞമ്മ പൈനാപ്പിൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പൈനാപ്പിളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചിനാന്നറിയില്ല, യൂട്യൂബിലോ ഇൻസ്റ്റാളിലോ എന്തിലോ ഞാൻ കാണിച്ചിന് ഓർമ്മയില്ല. അപ്പോൾ അതാ പൈനാപ്പിൾ കട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, ഒരിത്തിരി പഞ്ചസാര, നാരങ്ങയില, ചെറുപ്പുളി പിഴിഞ്ഞതിന് ശേഷം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിന്. അതായിട്ട് ചെറുതായിട്ട് കുനുകുനരിഞ്ഞ മല്ലിയും കുനുകുനാരിഞ്ഞ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സ്പൂൺ വിനാഗിരി കൂട്ടി കൊടുത്തിന്. എന്നിട്ട് നല്ല ഭാഗം മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആകുമ്പോൾ ഞാനിത് ഒരു 1-2 മണിക്കൂർ മുമ്പ് വെച്ചിന് ഓർഡർ കൊണ്ടുവന്ന്. ഇത് ഓർഡർ എന്നാന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റിനെ കൊണ്ടുപോകാനുള്ള സംഭവമായിട്ട് കുറച്ച് ചോദിക്കുന്നത് വെറൈറ്റി ആയിട്ട് എന്ത് എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോരോ സെലക്ട് ആക്കിയിട്ട് പയ്യെ പറഞ്ഞതാന്നൂറ്. അങ്ങനെ അതൊന്നവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടായിട്ടില്ല. പിന്നെ ഉച്ചക്കത്തെ നമുക്ക് ചോറ് വേണ്ടേ, അതിന് ഞാൻ എന്താക്കിനറിയോ, സ്റ്റോറിലരിൻ്റെ ചോറാണ് വെച്ചത്. ഞങ്ങൾക്ക് ഇക്കുറി കിട്ടിയത് സ്റ്റോറിന് നല്ലൊരു നമ്മളെ നാടനരി പോലെ തന്നെ തടിച്ചൊരു സ്റ്റോറിലരി, അത് റെഡിയാവുകയും ചെയ്യുന്നു. ഈ നാടനരി കുറേ നേരം വെയിറ്റ് ആക്കണ്ടേ. ഇതൊരു ഈ ചോറ് വെച്ചിട്ട് തിളക്കുമ്പോഴേക്കില്ലേ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ചോറ് അവിടെ റെഡിയാണ്. അപ്പം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെങ്കിൽ ചോറും കറി റെഡി. അപ്പോൾ ഈ സ്ക്വയറുള്ള ഇതില്ലേ ഇപ്പം അതെല്ലാവരും ചോദിക്കുന്നുണ്ടായി കടന്നു മേങ്ങാന്ന്, അത് അസ്ത്ര കൊടുന്നതാന്ന് വരുമ്പോൾ വേറെ 2-3 കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കില്ലേ കാണിക്കാം. അത് ഞാൻ അടുത്ത മറ്റേ ജഗ്ഗല്ലേ നല്ല വെള്ളം കൂട്ടുന്നത് നല്ല വാങ്ങുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക. അതവിടെ തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാ ഇതിനെടുക്കാൻ പേനാന്ന് വിലോട്ട് അങ്ങനെ. അപ്പോൾ അതാ നല്ല മീൻ ഫ്രൈയും
മത്തി മഞ്ഞത്തണ്ണിയാണ് ഉണ്ടാക്കിയത്. അത് ചോറെല്ലാം വെച്ചിട്ട് അതിന് ശേഷം പിന്നെ ഇത് ഞാൻ പിന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ലാസ്റ്റ് എല്ലാം റെഡി ആയതിനു ശേഷം. അപ്പോൾ അതാ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്, ഉന്നക്കായ, കട്ട്ലേറ്റ്, ചിക്കൻ കോണ്, പിന്നെ ബ്രെഡ് പുഡിങ്, പിന്നെ ഇത് കാടനെ ഞാനിങ്ങനെ സ്ക്വയറിൽ കുത്തിയിട്ടാണ് പോയി ലാസ്റ്റ് കൊടുത്തത് ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നെ വേണോ കവറിൽ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഈ പ്ലേറ്റിൽ പെരയിൽ എങ്ങനെ വിളമ്പുന്നത് അതുപോലെ കൊടുത്തതാണ്. പാത്രം എത്തിച്ച് തരാം കുമ്പള ടൗണിലേക്ക് എത്തിക്കാന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ റാപ്പാക്കിയിട്ട് കൊടുത്തതാണ്. അത് കൊടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കൊടുത്ത് വിടുമ്പോൾക്ക് ബന്ധമരുന്നിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് കുമ്പളയിൽ എത്തിച്ചതാണ് ഈ സംഭവം. പിന്നെ കുറച്ച് അച്ചാറുണ്ടായി, പിന്നെ സിറോട്ടെ അങ്ങനെ എന്തോ ഉണ്ടായിന് തോന്നുന്നു, ഓർമ്മയില്ല. അതെല്ലാം ഒന്നിച്ചിട്ട് കുമ്പളയിൽ എത്തിച്ച് അത് കൊടുത്തിട്ടായിട്ട് ഒരു എന്തെങ്കിലും ഓർഡർ കൊടുത്ത് പിന്നെ പോയിട്ട് ബൂണ് ബെഡിൽ, പിന്നെ കിച്ചണിൻ്റെ ഭാഗത്ത് ഞാൻ വരില്ല, പോയിട്ട് അവിടെ കിടന്ന്. പിന്നെ ആരും ബന്ധങ്ങ് പ്രശ്നമില്ലായിട്ടില്ലേ, കച്ചറിങ്ങനെ ഇരിക്കുന്ന ആരും ബന്ധങ്ങ് എന്താവും എന്നാലും പ്രശ്നമില്ല, ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് റിലാക്സ് ആയിട്ട് അതിന് ശേഷം പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. അപ്പോൾ വൈകുന്നേരം കൊടുത്തിട്ടായിട്ട് പിന്നെ മകരസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഏകദേശം ഒരു 8 മണി 9 മണി എന്തായാലും ഞാൻ കിച്ചണിൽ വരുമ്പോൾ പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേനേയായി. അപ്പോൾ ഒരു തട്ടിക്കൂട്ടിയെന്നില്ലെങ്കിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡും അതിൽ കുറച്ച് കെച്ചപ്പ് ഇട്ടിട്ട് മുട്ട ഓംപ്ലേറ്റ്, ചീസ്, പിന്നെ ക്രഷ് ചില്ലി ഫ്ലെക്സും ഒറിഗാനോ ഇട്ടിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് രാത്രി ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേത് രാവിലെ ആയി. പിന്നെ രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഇതാ ഉച്ചക്ക് നല്ല കൂന്തൽ മേങ്ങിയിട്ടുണ്ടായി. 2-3 ദിവസം എത്ര ദിവസമായി അത് വെക്കാനായി ടൈം കിട്ടിയില്ല. പിന്നെ എന്താ കൂന്തൽ വെക്കാലത്തില്ലേ, വലിയൊരു കൂന്തലഞ്ഞ് 2 തന്നെ മേങ്ങിനൊരു കുറച്ചായിരിക്കല്ലോ. അതിട്ടില്ലേ ഞാനിതിനൊന്ന് മുളകിട്ടതാക്കാന്നില്ലേ, ഞാൻ ഇതിൻ്റെ റെസിപ്പി ആക്കിനാഞ്ഞ് അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കാണുന്നില്ല, അതെല്ലാം മിസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. കൂന്തലെല്ലാം മുറിച്ചിട്ട് കയറ്റി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി, മറ്റേ വെളുത്തുള്ളിയില്ലേ എല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സാക്കിയിട്ട് പുളിവെള്ളവും വെച്ചിട്ടായിട്ട് വേഗം വെച്ച് നല്ല പാങ്ങല ബന്ധിട്ട് കുറുകിയതിന് ശേഷമാണ് അത് ഇങ്ങനെ ആയതറിഞ്ഞാൽ. ഈ കുറുകിയിട്ടായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നല്ല പാങ്ങല വെളുത്തുള്ളിയും കുത്തിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടായിട്ട് മിക്സാക്കി ലാസ്റ്റ് നമ്മളൊരു മല്ലിച്ചപ്പ് ഇട്ടിട്ട് വിളമ്പിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറിയാം. മുളകിൻ്റെ ഒരിത്തിരി വെച്ചിട്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ അല്ലേ. അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ ചോറ് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ചെറുങ്ങനെ ഓർഡർ ഉണ്ടായി. അത് അട്ടിപ്പത്തിരിയും കട്ട്ലൈറ്റും കിളിക്കൂട് പിന്നെ എന്തുണ്ടായിന്, പിന്നെ 2 തരം പുഡിങ്, അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. കുറച്ചുണ്ടായിനെ. അപ്പോൾ അത് കൊണ്ടുപോകാൻ ഒരു എടുത്തേക്കന്നെ വരാന്നില്ലിന് ഡെലിവറി ആക്കണ്ട, നമ്മൾ പരക്കന്നെ വരുമെന്ന്. അങ്ങനെ എല്ലാം സെറ്റായിട്ടില്ലേ, എല്ലാം റെഡി ആയതിനു ശേഷം നമ്മുടെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇപ്പോൾ വരുമെന്നിട്ട് നമ്മൾ അതിനെ അവിടെ വെച്ച് എന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചൈനീസ് റെസിപ്പി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മറ്റേ ചിക്കൻ്റെ റെസിപ്പി വഫായ എന്ത് ചിക്കൻ എന്തോയി ഒരു ട്രെൻഡിങ്ങിലുള്ള ചിക്കൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ, അതിൻ്റെ ബ്രസ്റ്റ് പീസ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് അതിന് ശരി സോയാ സോസ് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് ഇട്ടു, എന്നിട്ട് പിന്നെ ഒറിഗാനോ ഒരിത്തിരി ചില്ലി ഫ്ലെക്സ് ഒരു സ്പൂൺ ഓയിലും കൂട്ടി കൊടുത്ത് നല്ല പാങ്ങല മിക്സ് ആക്കണം. പിന്നെ ഈ ഒരാളിൽ ഉപ്പിട്ടെങ്കിൽ സോയാ സോസ് ഇട്ടെങ്കിൽ ഉപ്പിടുന്നില്ല, പക്ഷേ നമുക്കൊരു ഉപ്പ്, ഒരു പുളി, ഒരു എരിവ് അതെല്ലാം കുറച്ച് കൂടുതലല്ലേ. അപ്പം നമ്മൾ എന്താക്കുക, സോയാ സോസ് ഇടുക, ഉപ്പിടുക, കുരുമുളകെല്ലാം ഇട്ട് കൊടുക്കുക. ഇത് ചൈനീസുകാർ ഫുഡ് എന്നില്ലെങ്കിൽ കുറച്ച് ഐറ്റംസാണ് ഓരോടുന്നത്, നമ്മളെ പോലെ മസാല ഇട്ടിട്ട് മുക്കലില്ല. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ നോക്കാം. നമ്മളെ വകയായിട്ട് ഒരു ഇത്തിരി കുരുമുളകെല്ലാം കുറച്ച് കൂട്ടിക്കൊടുക്കുക, കൂടുതൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുന്നില്ല വേറെ എങ്ങനെ പച്ചന തോന്നുന്നത്, അങ്ങനെ എന്തുടാതെ മുളിടാതെ അങ്ങനെ ഇരിക്കുന്നില്ലേ, പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കാവേ. സോയാ സോസ് അല്ലേ ഒരിക്കൽ കൊടുത്തെങ്കിൽ അത് കുറേ മാസത്തേന് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താവില്ല. അപ്പോൾ ഇതൊന്നും നമ്മളവിടെ ഇല്ലപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നില്ലേ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ടേ ചോദിക്കണ്ടേ ഇതെല്ലാം ഇല്ലേ ഒരിക്കൽ കൊണ്ടുവന്നെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചെങ്കിൽ എന്താ പോലെ ഡേറ്റ് കൈയെടുത്തോളം 6 മാസവും ഫ്രിഡ്ജിലുണ്ടാകും. ഈ ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, സോയാ സോസ് അല്ലല്ലേ എന്തോ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ട് വെക്കാവേ, ഞാൻ ഓരോ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം. അതാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം യെല്ലോ റെഡ് ഗ്രീനും ക്യാപ്സിക്കം എപ്പോഴും മേങ്ങുന്നല്ലേ, യെല്ലോ റെഡും മേങ്ങിന ഈ റെസിപ്പി ആക്കാൻ തന്നെ. പക്ഷെ ഇത്ര ദിവസം ഞാൻ കാക്കാൻ കൂടിയിട്ടേ ഇല്ല, ഇപ്പം അതിനൊരു ടൈം കിട്ടിയത്. അങ്ങനെ അതെല്ലാം കട്ടാക്കിയിട്ട് ഡസ്റ്റർ വെച്ചിന്. അപ്പോൾ ഞാൻ എന്താക്കുന്നുണ്ട്, നമ്മൾ ഈ ബാക്കിയുള്ള സംഭവമെല്ലാം സെറ്റാക്കാം. അതിനും വേണ്ടി ബട്ടർ എടുത്തിട്ടുണ്ട്.
മെൽട്ടായതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ മെൽട്ടായിട്ടായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പീസില്ലേ ചിക്കൻ്റെ അതിനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ബട്ടർ തന്നെയാണോ എന്നൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എന്താക്കുക, ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. ഓക്കെ, ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു ബട്ടർ ഇട്ടിട്ട് അങ്ങനെ ബട്ടർ ഇട്ടാൽ ബട്ടറെല്ലാം ഇട്ടെങ്കിൽ ഒരു ഫ്ലേവറല്ല വേറെ തന്നെ ഒരു ടേസ്റ്റെല്ലാം അങ്ങനെ. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയി പോകുന്നത് പ്രശ്നമില്ല, നിങ്ങൾ ഓയിൽ ഒഴിച്ചാൽ മതിയാവുക. അങ്ങനെ ബട്ടർ ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഞാൻ മുമ്പെല്ലാം ഞാൻ വിചാരിച്ചോണ്ടേ ഈ ചൈനീസ് റെസിപ്പിയെല്ലാം കാണുമ്പോൾ ഓറ് ഇങ്ങനെ പച്ചക്കറിനെല്ലാം ഓറ് കറക്റ്റ് പച്ചക്കറിനല്ലേ തോന്നുന്നു, ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടായി അങ്ങനെ ആക്കുന്നത്. പക്ഷെ നമ്മൾ അതിനായിട്ട് കുറച്ച് വേവിച്ചങ്ങനെയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വിചാരിച്ച പോലെയല്ല സംഭവം, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്തിരി സോസ് ഞാൻ മാറ്റി വെച്ചിന്. ഇനിയില്ലേ നമുക്ക് ലാസ്റ്റ് ഒന്ന് ബ്രഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരട്ടി കൊടുക്കാം. ഓക്കെ, പിന്നെ ഇല്ലേ ഒരു സോസ് ഉണ്ട്, അവർ എല്ലാവരും മറ്റേ നമ്മളെ എന്തിപ്പാ ഓരോരോ റെസിപ്പിക്ക് ഓറിങ്ങനെ മുക്കി കഴിക്കുന്ന ഒരു സോസ് ഉണ്ട്. ചിക്കൻ്റെ പീസിലേക്ക്, മട്ടൻ പീസിലേക്ക്, പിന്നെ എല്ലാത്തിൽക്കും ഓരോരു സോസ് ഉണ്ട്. ആ ഒരു സോസിൻ്റെ റെസിപ്പിയില്ലേ ഞാൻ നിങ്ങൾക്ക് എനിക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാമോ. ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് വീഡിയോസ് ഒന്ന് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എളുപ്പത്തിൽ എങ്ങനെ ആക്കുന്നതെന്നിട്ട് അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കി. ഇതെല്ലാം ഇപ്പോഴത്തെ പിള്ളേർമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മനെ പുരയിലാക്കുമ്പോൾ അത് കുറച്ച് ഹെൽത്തി അല്ല. ഇതാ ഈ വെജീസ് എല്ലാം ഞാൻ കട്ടാക്കിന്. ക്യാപ്സിക്കം 3 കളർ എടുത്തിന്, യെല്ലോ, റെഡ്, ഗ്രീന്, പിന്നെ ക്യാരറ്റ്, പിന്നെ വേണ്ടതില്ലേ പിന്നെ ഞാൻ ഈ ഫ്ലവർ എടുത്തിന്. ഒരു ഫ്ലവറിന് പകരം മറ്റേ ഇതില്ലേ എന്ത് പഞ്ചാബ് പേര് മറന്ന് അതെടുത്തിട്ടുണ്ടായിന്. പിന്നെ പൊട്ടാറ്റോ അതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇല്ലേ ഇതേ ബട്ടർ ഉണ്ടാവില്ലേ, ബട്ടറിലേക്ക് എൻ്റെ കുട്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സോയാ സോസും ഒരു ഇത്തിരി കുരുമുളക് ഇട്ടിട്ടില്ലേ. ഇത് നല്ല ഇങ്ങനെ വേണ്ട, ഒരുമാതിരി വന്നാൽ മതി. എന്നിട്ടില്ലേ ഒരു പച്ചക്ക് പോലെ അങ്ങനെ. ഇത് നല്ല ഇങ്ങനെ ഈ ഗൾഫിൽ നിന്ന് വന്ന ആണുങ്ങൾക്കല്ലേ ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ഉണ്ടായി. പിന്നെ ഓരോരാളോരോരോ ടേസ്റ്റ് അല്ലേ. പൊട്ടോട്ടോല്ലാം വേഗം വേകുന്നില്ല. ഇങ്ങനെ അല്ല അങ്ങനെ നിങ്ങൾ എന്താക്കണം അറിയാം, ജസ്റ്റ് കുക്കറിൽ ഒരു വിസിലാക്കിയിട്ട് എടുക്കുക ഈ വെജീസ് എല്ലാം. എന്നിട്ട് അതിൽ ഇതിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാല ആക്കുക. അപ്പോൾ നല്ല കറക്റ്റ് വന്നിട്ട് വരും അങ്ങനെ. അപ്പോൾ നല്ല വാങ്ങല എല്ലാം ഇട്ടിട്ടായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ബാക്കി കഴിക്കലാന്ന് ചൂടോടെ കഴിക്കണം. ഇങ്ങനത്തെ എല്ലാ റെസിപ്പി ആക്കിയെങ്കിലേ ഇത് ചൂടോടെ കഴിക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് ടേസ്റ്റ് മനസ്സിലാകുന്നത് ചൂട് പോകുന്നതിന് മുമ്പ്. ഇത് കുറച്ച് ചീസി ആക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇതേ ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ചീസ് ഗ്രേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചീസെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ എല്ലാവരും ഓരോ റെസിപ്പി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഒന്നിച്ചിട്ട് നമ്മൾ റെസിപ്പി ആക്കിയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ കഴിച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കണോ. അപ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഇന്നൊരു ലൈക്കില്ലേ ഒരു 100 ലൈക്കും വേണം എന്തായാലും. ഇന്നത്തെ കമൻറ്റ് ലൈക്കല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും മറക്കണ്ട. എപ്പോഴും ഞാൻ പറയും പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റ് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.